എല്ലാവർക്കും ഇൻസാ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി OTT റിലീസ് ചെയ്യുന്ന സിനിമകൾ ഉൾപ്പെടെ 20 സിനിമകളുടെ അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് പതംഗ് എന്ന സിനിമയെക്കുറിച്ചാണ്. പ്രണീത് പ്രതിപതി സംവിധാനം ചെയ്ത് തെലുഗു ഇൻഡസ്ട്രിയിൽ നിന്നും കോമഡി സ്പോർട്സ് ജോണറിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ് പതംഗ്. ഇപ്പോഴത്തെ സിനിമയുടെ OTT അപ്ഡേറ്റുകളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. സൺനെക്സ്റ്റ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ജനുവരി 30-ന് ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് സൺനെക്സ്റ്റ് വഴി OTT റിലീസ് ചെയ്യും. കേശവ് ദീപക്, GVM തുടങ്ങിയവരാണ് ഈ സിനിമയിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത്. വാദ്യാർ, കാർത്തിക്, കൃതി ഷെട്ടി എന്നിവർ കേന്ദ്രകഥാപാത്രമായി നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട നളൻ കുമാരസ്വാമി സിനിമയാണ്. ആക്ഷൻ, കോമഡി, ഫാന്റസി ജോണറിൽ പുറത്തിറങ്ങിയ സിനിമയുടെ OTT അവകാശങ്ങൾ ആമസോൺ പ്രൈം വീഡിയോസ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം ഇപ്പോൾ പ്രൈം വീഡിയോസിലൂടെ നമുക്ക് അവൈലബിൾ ആണ്. മലയാളം ഉൾപ്പെടെ പാൻ ഇന്ത്യൻ ഭാഷകളിലാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ബിജു മേനോൻ, ജോജു ജോർജ് എന്നിവരൊക്കെ കേന്ദ്രകഥാപാത്രമായി എത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് വലതുവശത്തെ കള്ളൻ. ചിത്രം നാളെയാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ജിത്തു ജോസഫ് സിനിമ ആയതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്കായി നിരവധി ആരാധകരാണ് കാത്തിരിക്കുന്നത്. എന്നാൽ സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഡൾ ഡൾ ഒരു വെബ് സീരീസ് ആണ്. ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ നിന്നും പുറത്തിറങ്ങുന്ന വെബ് സീരീസ് ജനുവരി 30-ന് ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് ആമസോൺ പ്രൈം വീഡിയോസ് വഴി OTT റിലീസ് ചെയ്യുന്നുണ്ട്. ഹിന്ദിക്ക് പുറമെ തമിഴ്, തെലുഗു ഭാഷകളിലും ചിത്രത്തിന്റെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. രജനീകാന്തിനെ നായകനാക്കി നെൽസൺ സംവിധാനം ചെയ്തു വരാനിരിക്കുന്ന പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് സിനിമയാണല്ലോ ജയിലർ 2. രജനീകാന്തിനൊപ്പം ചിത്രത്തിൽ മോഹൻലാൽ, ശിവരാജ് കുമാർ, ഷാറൂഖ് ഖാൻ ഉൾപ്പെടെ നിരവധി വമ്പൻ താരങ്ങളാണ് അഭിനയിച്ചിട്ടുള്ളത്. നിലവിൽ ചിത്രീകരണം പുരോഗമിക്കുന്ന സിനിമയുടെ റിലീസ് ഈ വർഷം അവസാനത്തോടെ ഉണ്ടാകുമെന്നാണ് മൂവി ടീം ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുള്ളത്. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാനായി. സന്ദീപ് പ്രദീപ് നായകനായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് കോസ്മിക് സാംസൺ. അഭിജിത്ത് ജോസഫ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ റിലീസ് അപ്ഡേറ്റ് ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ഒരു സൂപ്പർ ഹീറോ കോമിക് സിനിമയായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമ ഈ വരുന്ന ഒക്ടോബർ മാസം 16-ന് തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ചിത്രത്തിൽ മിയ, അൽഫോൺസ് പുത്രൻ, മുകേഷ് തുടങ്ങിയവരും കേന്ദ്രകഥാപാത്രമായി എത്തുന്നുണ്ട്. സച്ചിൻ, അതിഥി എന്നിവർ കേന്ദ്രകഥാപാത്രമായി ദുൽഖർ സൽമാൻ ക്യാമിയോ റോളിലെത്തി പുറത്തിറങ്ങിയ കന്നഡ സിനിമയാണല്ലോ ചാമ്പ്യൻ. ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ നേരത്തെ തന്നെ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയിരുന്നു. ഇപ്പോഴത്തെ ചിത്രം നെറ്റ്ഫ്ലിക്സ് വഴി മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. വിനോദ് സംവിധാനം ചെയ്ത് ദളപതി വിജയ് നായകനായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണല്ലോ ജനനായകൻ. ഇപ്പോഴത്തെ സിനിമയുടെ കേസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. അതെന്തെന്നാൽ CBFCക്കെതിരായി ജഡ്ജിക്ക് നൽകിയ പരാതി പിൻവലിച്ച് അവർ നിർദ്ദേശിച്ചതുപോലെ തന്നെ റിവൈനിങ് കമ്മിറ്റിയെ സമീപിക്കാനാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ തങ്ങൾക്കുണ്ടാകുന്ന സമയനഷ്ടത്തിൽ നിർമ്മാതാവ് അസ്വസ്ഥനാണെന്ന് നേരത്തെ തന്നെ താരം വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴത്തെ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ വിതരണാവകാശം KVN പ്രൊഡക്ഷൻസ് തിരിച്ചു നൽകിയിരിക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. എന്തായാലും വരുന്ന ഫെബ്രുവരി മാസം തന്നെ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഗണപതി, സാഗർ സൂര്യ, അമീൻ എന്നിവരൊക്കെ കേന്ദ്രകഥാപാത്രമായി നാളെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന മലയാളം സിനിമയാണല്ലോ പ്രകമ്പനം. വിജേഷ് പനന്തൂർ സംവിധാനം ചെയ്യുന്ന സിനിമ ഒരു കോമഡി ഹൊറർ ജോണറിലാണ് എത്തുന്നത്. 2 മണിക്കൂർ 30 മിനിറ്റ് ദൈർഘ്യമുള്ള സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് ഇന്നു മുതൽ ആരംഭിച്ചിട്ടുണ്ട്. കാത്തിരിക്കാം സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ അറിയാനായി. അദ്വൈത് നായർ സംവിധാനം ചെയ്ത് അർജുൻ അശോകൻ, റോഷൻ മാത്യു എന്നിവരൊക്കെ തകർത്തഭിനയിച്ച ഏറ്റവും പുതിയ ബോക്സിംഗ് ഡ്രാമ ത്രില്ലർ മലയാളം സിനിമയാണ് ചത്താപ്പച്ച. ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയത്തിലേക്ക് ഉദിക്കുന്ന സിനിമയുടെ OTT അവകാശങ്ങളും സാറ്റലൈറ്റ് അവകാശങ്ങളും എല്ലാം ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. 30 കോടിക്ക് മുകളിൽ രൂപയാണ് ചത്താപ്പച്ച ഇതുവരെ തിയേറ്ററിൽ നിന്നും വാരിക്കൂട്ടിയിരിക്കുന്നത്. എന്നാൽ സിനിമയുടെ സാറ്റലൈറ്റ് റൈറ്റ്സ് ഏഷ്യാനെറ്റും OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാറും സ്വന്തമാക്കി എന്നൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഫെബ്രുവരി മാസത്തോടെ ചത്താപ്പച്ച ജിയോ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് ചെയ്യും. വൈശാഖ് സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് സുകുമാരൻ നായകനായി ലാലേട്ടൻ ക്യാമിയോ റോളിലെത്തുന്ന ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ ഖലീഫ. ഇപ്പോഴത്തെ ഈ ആക്ഷൻ ത്രില്ലർ സിനിമയുടെ ഷൂട്ടിംഗ് അപ്ഡേറ്റുകളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിൽ പൃഥ്വിരാജ് ഭൂപന്റെ വേഷത്തിലായിരിക്കും ലാലേട്ടൻ ഈ സിനിമയിൽ എത്തുന്നത്. ഇക്കാര്യം മൂവി ടീം തന്നെയാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. എന്നാൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 2 വ്യത്യസ്ത വേഷത്തിലായിരിക്കും ലാലേട്ടൻ ഈ സിനിമയിൽ എത്തുന്നത്.
പ്രധാനമായും ലണ്ടൻ, നേപ്പാൾ, കേരളം എന്നിവിടങ്ങളിലാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നത്. നിലവിൽ ചിത്രം ഓഗസ്റ്റ് 20 ഓണത്തിന് തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് മൂവി ടീം പ്ലാൻ ചെയ്യുന്നത്. ആസിഫ് അലി നായകനായി രോഹിത് VS സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന ബിഗ് ബഡ്ജറ്റ് മാസ് എന്റർടൈനർ സിനിമയാണ് ടിക്കി ടാക്ക. ഈ സിനിമയുടെ റിലീസിനായി നിരവധി ആരാധകരാണ് കാത്തിരിക്കുന്നത്. ആസിഫ് അലിക്കൊപ്പം ലുക്മാൻ, നെൽസൺ തുടങ്ങിയവരും ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ സിനിമയുടെ ഒരു വമ്പൻ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഫെബ്രുവരി 4 ടിക്കി ടാക്കയുടെ ഒരു ടീസർ പുറത്തിറങ്ങാനായി ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ട്. അതായത് ആസിഫ് അലിയുടെ ജന്മദിനം പ്രമാണിച്ചായിരിക്കും മൂവി ടീം ഈ സർപ്രൈസ് ഒരുക്കിയിരിക്കുന്നത്. മാരുതി സംവിധാനം ചെയ്ത് പ്രഭാസ് നായകനായി 2026 ആദ്യ ദുരന്ത സിനിമയായി മാറിയ സിനിമയാണല്ലോ രാജാ സാബ്. 400 കോടിയോളം രൂപ മുടക്കി തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ 200 കോടി രൂപ മാത്രമാണ് കളക്ട് ചെയ്തത്. ഇപ്പോഴത്തെ ചിത്രം OTT റിലീസിന് ഒരുങ്ങുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയെന്ന് നേരത്തെ തന്നെ നമ്മൾ അറിയിച്ചതാണ്. ഇപ്പോഴത്തെ ഹോട്ട്സ്റ്റാർ സിനിമയുടെ OTT റിലീസ് ഡേറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ വരുന്ന ഫെബ്രുവരി 13 വാലന്റൈൻസ് ഡേ സ്പെഷ്യലായി രാജാ സാബ് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ ഭാഷകളിലായിരിക്കും ചിത്രം OTT റിലീസ് ചെയ്യുന്നത്. സിനിമയുടെ ഹിന്ദി പതിപ്പ് പിന്നീടായിരിക്കും OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. അറ്റ്ലി സംവിധാനം ചെയ്ത് അല്ലു അർജുൻ നായകനായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ ബ്രഹ്മാണ്ഡ സിനിമയാണല്ലോ AA22. അവതാർ ഫ്രാഞ്ചൈസിക്ക് തുല്യമായ ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് അറ്റ്ലി ഈ സിനിമ ഒരുക്കുന്നത്. അല്ലു അർജുനൊപ്പം സിനിമയിൽ ദീപിക പദുക്കോൺ, രശ്മിക മന്ദാന, ജാൻവി കപൂർ, മൃണാൽ താക്കൂർ, യോഗി ബാബു എന്നിങ്ങനെ വലിയൊരു താരനിര തന്നെയാണ് അണിനിരക്കുന്നത്. 2028 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും. ആദിത്യ ദർ സംവിധാനം ചെയ്ത ആക്ഷൻ ഡ്രാമ പൊളിറ്റിക്കൽ ത്രില്ലർ ജോണറിൽ രൺവീർ സിംഗ് നായകനായി കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ബോളിവുഡ് സിനിമയാണ് ധുരന്ധർ. തിയേറ്ററിൽ നിന്നും ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെത്തിയ സിനിമ ഇപ്പോൾ OTT റിലീസ് പ്ലാൻ ചെയ്യുകയാണ്. നെറ്റ്ഫ്ലിക്സ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് ജനുവരി 30 നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. 8.5 ആണ് സിനിമയുടെ IMDb റേറ്റിംഗ്. ഡീനോ ഡെന്നി സംവിധാനം ചെയ്ത് മമ്മൂക്ക നായകനായി ഏപ്രിൽ മാസം തിയേറ്ററുകളിലേക്ക് എത്തി വൻ ദുരന്തമായി മാറിയ മലയാളം സിനിമയാണ് ബസൂക്ക. ഇപ്പോഴത്തെ ആരാധകർ കാത്തിരിക്കുന്നത് പോലെ സിനിമയുടെ OTT അവകാശങ്ങളെല്ലാം വിറ്റുപോയിരിക്കുകയാണ്. C5 ഇന്ത്യ സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ വരുന്ന ഫെബ്രുവരി മാസം പകുതിയോടെ ബസൂക്ക C5 വഴി OTT റിലീസ് ചെയ്യും. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ലാലേട്ടൻ നായകനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മോസ്റ്റ് അവൈറ്റഡ് മലയാളം സിനിമയാണ് ദൃശ്യം 3. ഇപ്പോഴത്തെ സംവിധായകൻ ജിത്തു ജോസഫ് ദൃശ്യം 3 എന്ന സിനിമയെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ദൃശ്യം 1, 2 എന്നീ സിനിമകളെ പോലെ തന്നെ ഒരു കൊച്ചു സിനിമയായിട്ടാണ് ദൃശ്യം 3 ഒരുങ്ങുന്നത് എന്നാണ് താരം പറഞ്ഞിരിക്കുന്നത്. തന്റെ ഏറ്റവും പുതിയ സിനിമയായ വലതുവശത്തെ കള്ളൻ എന്ന സിനിമയുടെ പ്രസ് മീറ്റിലാണ് ഈ ഒരു കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏപ്രിൽ 2 വമ്പൻ റിലീസ് പ്ലാൻ ചെയ്യുന്ന സിനിമയുടെ ആദ്യ ടീസർ അടുത്ത മാസം തന്നെ ഉണ്ടാവും. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് സർവമായ എന്ന സിനിമയെക്കുറിച്ചാണ്. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനായി കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത മലയാളം സിനിമയാണ് സർവമായ. തിയേറ്ററിൽ നിന്നും ഹെവി പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുത്ത സിനിമ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ OTT റിലീസിന് ഒരുങ്ങുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ നേരത്തെ തന്നെ സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരുന്നു. ചിത്രം ഇന്ന് അർദ്ധരാത്രി 12 മണിക്ക് ജനുവരി 30 ജിയോ ഹോട്ട്സ്റ്റാർ വഴി മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ആവും. നിങ്ങൾ ഈ സിനിമയുടെ OTT റിലീസിനായി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത ശേഷം താഴെ SM എന്ന് കമന്റ് ചെയ്യൂ.